ഇപ്പോൾ നമ്മൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇഡിയുടെ നടപടികൾ, പ്രധാനപ്പെട്ട റെയ്ഡുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളിലേക്ക് പോവുകയാണ്. വളരെ പ്രധാനപ്പെട്ട എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ബെല്ലാരിയിലെ റോഥം ജ്വല്ലറിയിൽ നിന്നുള്ള ആ ദൃശ്യങ്ങളാണ്. ജ്വല്ലറി തുറന്നിട്ടില്ല, അതിന് മുൻപിലായിട്ട് ഇഡി ഉദ്യോഗസ്ഥരൊക്കെ തന്നെയും കാത്തു നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ബംഗളൂരുവിൽ ഇപ്പോൾ ആ റെയ്ഡ്, അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ നടക്കാൻ പോവുകയാണ്. അങ്ങനെ ചെന്നൈയിലും ബംഗളൂരുവിലും ഉൾപ്പെടെ പരിശോധന നടക്കുന്നുണ്ട്. കേരളത്തിൽ മാത്രമല്ല, ബെല്ലാരിയിലെ റോഥം ജ്വല്ലറിയുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ റോഥം ജ്വല്ലറിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, അവിടെ നിന്നും കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ തന്നെയും നമ്മൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിൻ്റെ ഓരോ ഘട്ടത്തിലും പറഞ്ഞു പോയതാണ്. ആ റോഥം ജ്വല്ലറിയിൽ പരിശോധന നടക്കുന്നുണ്ട്. ഒപ്പം ബംഗളൂരുവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാടക വീട്ടിലും പരിശോധന നടക്കുന്നുണ്ട് എന്നുള്ള വിവരം കൂടിയുണ്ട്. അതാണ് ഇത്രയും നേരവും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കേരളത്തിലായാലും കേരളത്തിന് പുറത്തായാലും ഈ കൊള്ള, അതിൻ്റെ ഇടങ്ങൾ ഏതെല്ലാം കേന്ദ്രങ്ങളിലാണ് എന്ന് നമ്മൾ ഇത്രയും നാളും സംസാരിച്ചിട്ടുണ്ടോ, ആ ഇടങ്ങളിലൊക്കെ തന്നെയും, അതായത് 21ഓളം ഇടങ്ങളിൽ ഈ പരിശോധന നടക്കുന്നുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇപ്പോൾ റോഥം ജ്വല്ലറിക്ക് മുന്നിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ദൃശ്യമാണ് ഈ കാണുന്നത്. റോഥം ജ്വല്ലറി എന്ന് പറയുമ്പോൾ അത് ഗോവർദ്ധന്റെ ജ്വല്ലറിയാണ്. ഗോവർദ്ധൻ ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ്. SITയുടെ അങ്ങനെയുള്ള നടപടിക്രമങ്ങൾ മുന്നിലേക്ക് പോവുകയാണ്. റോഥം ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ്, അത് ഏത് വിധത്തിലാണ്, അവിടെ നിന്നും കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ തന്നെയും വളരെ നിർണായകമായിരുന്നു. അവിടേക്ക് SITയും പരിശോധനയുമായി എത്തുന്നു എന്നുള്ളതാണ്. ഒപ്പം ബംഗളൂരുവിലെ മറ്റിടങ്ങളിലൊക്കെ തന്നെയും ഈ റെയ്ഡുകൾ നടക്കുന്നുണ്ട്. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാടക വീടും ഉൾപ്പെടും എന്നുള്ളതാണ്. അങ്ങനെ 21ഓളം കേന്ദ്രങ്ങളിൽ ഒരേ സമയം തന്നെ പരിശോധന നടക്കുകയാണ്. ഇങ്ങ് കേരളത്തിലേക്ക് എത്തുമ്പോൾ മറ്റ് പ്രതികളുടെ വീട്ടിൽ, അതായത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയായ A. പത്മകുമാറിന്റെയും N. വാസുവിന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും വീടുകളിൽ ഉൾപ്പെടെ പരിശോധന നടക്കുന്നുണ്ട്. ഒപ്പം തിരുവനന്തപുരത്തെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും പരിശോധനയുണ്ട്. അപ്പോൾ അല്പസമയത്തിനകം തന്നെ ഇഡിയുടെ വാർത്താ കുറിപ്പ് വരുന്നതായിരിക്കും. അപ്പോൾ ഈ 21 കേന്ദ്രങ്ങൾ, അത് എവിടെയെല്ലാമാണ് എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരും. നമ്മൾ ഇപ്പോൾ കാണുന്നതനുസരിച്ച്, ഇപ്പോഴറിയുന്നതനുസരിച്ച് ഈ പ്രതികളുടെ ഒക്കെ വീടുകളിലും, അങ്ങ് മുന്നിലേക്ക് പോകുമ്പോൾ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ, ബെല്ലാരിയിൽ ഗോവർദ്ധന്റെ റോഥം ജ്വല്ലറിയിൽ പരിശോധനയുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരുവിലുള്ള വാടക വീട്ടിൽ പരിശോധന നടക്കുന്നുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ തന്നെയും ഈ പരിശോധന മുന്നിലേക്ക് പോകുന്നുണ്ട്. ദേവസ്വം ബോർഡ് ഓഫീസിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി നമ്മൾക്ക് ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. അപ്പോൾ ഇതിൽ കാണുന്നതനുസരിച്ച് തിരുവനന്തപുരത്തെ ദേവസ്വം ബോർഡ് ആസ്ഥാനം, തിരുവനന്തപുരം പേട്ടയിലുള്ള N. വാസുവിന്റെ വീട്, പത്തനംതിട്ട ആറന്മുളയിലുള്ള A. പത്മകുമാറിന്റെ വീട്, ഏറ്റവും ഒടുവിൽ കാണുന്നത് തിരുവനന്തപുരം വെഞ്ഞാറമൂട് പുളിമാത്തുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതുവരെയും ഉള്ളിലേക്ക് ഉദ്യോഗസ്ഥർക്ക് കടക്കാനായിട്ടില്ല എന്നുള്ളതാണ്. അതിന് കാരണം ആ വീട്ടിൽ ആരുമില്ല. അപ്പോൾ ബന്ധുക്കളെയൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടോ, കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണോ, അവരുടനെ എത്തുമോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെയും വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തിയ രേഖകളൊക്കെ തന്നെയും പരിശോധിക്കുകയാണ്. 2019 നടന്ന ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് രേഖകളായിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയും പരിശോധിക്കും. ഒപ്പം ഈ തൊട്ട് മുൻപുള്ള, കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പോലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, മുൻ ഭരണസമിതിയുടെ ഈ തൊട്ട് മുൻപുള്ള പ്രശാന്തിന്റെ ആ ഒരു ഭരണസമിതിയുടെ കൂടി ആ ഒരു സമയത്ത് പോലുമുള്ള ഒരു പരിശോധന അനിവാര്യമാണ് എന്ന് ഹൈക്കോടതി പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നിലേക്ക് ഈ റെയ്ഡുമായിട്ട് പോകുമ്പോൾ ആ സമയത്തെ രേഖകൾ കൂടി പരിശോധനാ പരിധിയിൽ വരുമോ എന്നുള്ള കാര്യം കൂടി അറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഈ രേഖകൾ, അതുമായുള്ള നടപടിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ വേണ്ടിയാണ് തിരുവനന്തപുരത്തെ ദേവസ്വം ബോർഡ് ഓഫീസ്, ദേവസ്വം ബോർഡ് ആസ്ഥാനമാണ്, അവിടെയും ഇഡിയുടെ പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ, അതും 21 കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. അമൽ, ആ ദൃശ്യങ്ങൾ ഓരോന്നും നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്, അവിടെ മാത്രമാണല്ലോ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത്. ഉദ്യോഗസ്ഥർ ഇപ്പോഴും പുറത്തു നിൽക്കുകയാണോ, വീട്ടിൽ ആരുമില്ല എന്ന് അറിയുന്നുണ്ട്. അവരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ, ബന്ധുക്കൾ എത്തുമോ ഇല്ലയോ, എന്താണ് അവിടെ നടക്കുന്നത്?
പൂജ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെ റെയ്ഡുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ വിവരങ്ങൾ വരികയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലേക്ക് ഇതുവരെയും ഉദ്യോഗസ്ഥർക്ക് കടക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആ വീട് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കുടുംബാംഗങ്ങളടക്കം മറ്റൊരു സ്ഥലത്താണുള്ളത്. നിലവിലെന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അമ്മയെയും കൂട്ടി അന്വേഷണ സംഘം അവിടേക്ക് എത്തിയിരുന്നു. അവർ അവിടേക്ക് എത്തി അമ്മയെയും കൂട്ടി ഇപ്പോൾ വീട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അല്പസമയത്തിനകം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലേക്ക് എത്തി ആ വീട് തുറന്ന് ഒരു പരിശോധന ഉണ്ടാകും. ഇവരുമായി ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ ഈ വീട് തുറന്നു നൽകണമെന്നും വീടിനകത്ത് കയറി ഒരു പരിശോധന ആവശ്യമാണ് എന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചതനുസരിച്ച് ഉദ്യോഗസ്ഥർക്കൊപ്പം പോകാൻ അവർ തയ്യാറായി. ഉദ്യോഗസ്ഥർ ചെന്ന് ഈ വീട്ടിൽ നിന്നും അവരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. അധികം വൈകാതെ സ്വന്തം വീട്ടിലേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വന്നാൽ ഈ പറയുന്ന എല്ലായിടങ്ങളിലെയും പരിശോധന ആരംഭിക്കാൻ കഴിയും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെ പരിശോധന മാത്രമാണ് ഇപ്പോഴും വീട്ടിൽ ആളില്ലാത്തത് കൊണ്ട് ഇങ്ങനെ വൈകി പോകുന്നത്. ഈ ഉദ്യോഗസ്ഥർ അമ്മയെ അവിടേക്ക് എത്തിച്ച് വീട് തുറന്നു നൽകിയാൽ അവിടുത്തെ പരിശോധനയും നടക്കും. അവിടെ പലവട്ടം പരിശോധന നടന്നു പോയ വീടാണ്. SITയുടെ പരിശോധന പലവട്ടം ഉണ്ടായിട്ടുണ്ട്. അവിടെയാണ് ഒരു വട്ടം ഈ പറയുന്ന ED കൂടി കയറുന്നത്. ED കയറുമ്പോൾ പരിശോധിക്കുന്ന പ്രധാനപ്പെട്ട വിവരങ്ങളെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന N വാസുവിൻ്റെ വീടാണെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീടാണെങ്കിലും ഇവരുണ്ടാക്കിയ സാമ്പത്തിക നേട്ടം സംബന്ധിച്ച കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ വ്യക്തത വരാനുണ്ട്. ആ കാര്യങ്ങളിൽ വ്യക്തത വരുത്തണം. വാസുവിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഈ വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്നതിന് മുൻപ് കമ്മീഷണർ ആയിരിക്കുന്ന കാലം മുതൽ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് SIT വ്യക്തമാക്കുന്നത്. കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലടക്കം അക്കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു. അങ്ങനെ വാസുവിൻ്റെ ഇടപെടൽ ഏതൊരു തരത്തിലുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെ കാലത്ത് അത് ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കാര്യം മാത്രമോ ഒരു കാലം മാത്രമോ ഇല്ല, പല കാലങ്ങളും പല ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെ കാര്യങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ പരിശോധനയിൽ നിന്നും അത്തരം വിവരങ്ങൾ ലഭ്യമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. രേഖകളിലെ കൃത്രിമത്വമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ കാര്യം. പല കാര്യങ്ങളിലും തിരുത്തലുണ്ടായിരിക്കുന്നു. ആ തിരുത്തൽ വരുത്തിയത് മനഃപൂർവ്വം വരുത്തിയ തിരുത്തൽ, ആ തിരുത്തൽ കൊണ്ട് ഉണ്ടായിട്ടുള്ള അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടം എന്നുള്ള നിലയിൽ വലിയൊരു സ്വർണ്ണ കൊള്ള, ശബരിമലയിൽ അയ്യപ്പൻ്റെ സ്വർണം കൊള്ളയടിച്ചു പോകാൻ അത് കാരണമായി മാറി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ ഈ രേഖകളിലെ തിരുത്തലുകൾ ഏതെല്ലാം തരത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഇനിയിപ്പോൾ ഇത് മാത്രമാണോ, നമ്മൾ ഈ കേട്ടറിഞ്ഞ വാർത്തകളിൽ വന്ന വിവരങ്ങൾ മാത്രമാണോ, അതിനും അപ്പുറത്തേക്ക് വ്യാപ്തി ഉള്ളതാണോ ഈ പറയുന്ന കൊള്ള എന്നുള്ള കാര്യത്തിൽ കൂടി പരിശോധന നടക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങളിലെല്ലാം ഈ പറയുന്ന EDയുടെ പരിശോധനയിൽ വ്യക്തത ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. SITയുടെ